സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ രക്ഷാപ്രവർത്തകരെ കോസ്റ്റ് ഗാർഡ് പുറത്തെത്തിച്ചു. പാറക്കെട്ടിൽ അകപ്പെട്ട 3 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നു. സമീർ, ഇത് ചാലിയാറിന്റെ ഭാഗമാണോ അതോ ഉരുൾപൊട്ടി വന്ന ആ സൂചിപ്പാറയുടെ ആ ഭാഗമാണോ? എങ്ങനെയാണ് ഇവർ അവിടെ അകപ്പെട്ടത് എന്നറിയാൻ കഴിയുന്നുണ്ടോ? കാശ്മീർ നിലവിൽ 3 പേരാണ് ആ സൂചിപ്പാറയിൽ കുടുങ്ങിയതായി അവരെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇവർ വയനാട് നമ്മളിപ്പോൾ നിൽക്കുന്ന പോത്തുകല്ല് മുണ്ടേരി ഭാഗത്തു നിന്നും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ വനം പ്രദേശത്തിലേക്ക് കടന്നവരാണ്. പോത്തുകല്ല് മുണ്ടേരി സ്വദേശികളായ റഹീസ്, സാലിൻ, കൊണ്ടോട്ടി സ്വദേശി മൂസിൻ എന്നീ 3 പേരാണ് നിലവിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ചാലിയാർ പുഴ നടന്ന് മുറിച്ചു കടന്ന് വനം പ്രദേശത്തേക്ക് തെരച്ചിലിനായി പോയത്. അങ്ങനെ തിരച്ചിലിനായി പോയ സമയത്ത് ഇന്നലെ രാത്രിയായിട്ടും ഇവരെ തിരിച്ചു വന്നിരുന്നില്ല. ഇന്ന് രാവിലെയാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പോലീസും ഒപ്പം തന്നെ മറ്റുള്ളവരും തന്നെ കൃത്യമായി അറിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും കോസ്റ്റ് ഗാർഡും എല്ലാം തന്നെ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഇവരെ സൂചിപ്പാറയിൽ നിന്നും നിലവിൽ കണ്ടെത്തിയിരുന്നത്. ഇവരുടെ അടുത്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ എവിടെയായിരിക്കും എന്നുള്ള കാര്യത്തിലും വ്യക്തത ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇതിൽ പോലീസുമായി ബന്ധപ്പെട്ട് തെരച്ചിൽ നടത്തുകയും ഇവരെ നിലവിൽ സൂചിപ്പാറയിൽ 3 പേരെയും കണ്ടെത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി അല്പസമയം മുന്നേ സംസാരിച്ചിരുന്നു. അപ്പോൾ പോലീസ് മേധാവി പറഞ്ഞത് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി പോയവരാണ്, എന്നാൽ പോലീസിന് ഇവർ പോയ കാര്യത്തിൽ അറിയുന്നിരുന്നില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ അനുമതിയില്ലാതെയാണ് ഇവർ പോയത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നിലവിൽ എന്തായാലും ഇവരെ കണ്ടെത്തിയിരിക്കുന്നു. 3 പേരാണുള്ളത്. ഇതിൽ ഒരാളുടെ കാലിന് നേരിയ പരിക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇവരെ രക്ഷിച്ചു എന്നുള്ളതാണ് നിലവിൽ പോലീസ് ഒപ്പം തന്നെ മറ്റുള്ളവർ വ്യക്തമാക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തകർ നിലവിൽ വനപ്രദേശത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും പോലീസിനെയും വനംവകുപ്പിനെയും അറിയിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ ഇവരെ കേസൊന്നും തന്നെ പോലീസ് എടുക്കാൻ സാധ്യതയില്ല. കാരണം ഇവർ സജീവമായി ചാലിയാർ പുഴയോരത്തോട് ചേർന്ന വനമേഖലയിൽ കൂടി കടന്നുപോയിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടത്. നമ്മൾ നേരത്തെ സംസാരിച്ച ആ 3 പേർ തന്നെയാണോ ഇവർ, സമീർ? ആ 3 പേർ തന്നെയാണ് ഇവർ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. അതായത് ചാലിയാർ പുഴയുടെ നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്തിലൂടെ കയറി തിരച്ചിലിനായി നിലവിൽ എത്തിയത് വയനാട്ടിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ പോത്തുകല്ലിൽ നിന്നും ഏതാനും കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ വയനാട്ടിലെത്താൻ കഴിയും. അങ്ങനെ ഇവർക്ക് ഇത് കൃത്യമായി ഈ ദൂരവും ഈ സ്ഥലവും എല്ലാം തന്നെ കൃത്യമായി ധാരണയുള്ള 3 പേരാണ് ഇവർ എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ ഇവരുമായൊക്കെ തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ പ്രദേശവാസികളാണ്, ഞങ്ങൾക്ക് ഈ പുഴയെ കൃത്യമായിട്ട് അറിയാം, ഈ വനത്തിനെ കൃത്യമായിട്ട് അറിയാം, ഇതുവഴി വയനാട്ടിലേക്ക് കയറാനടക്കം കഴിയുമെന്നുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ അവർ കൃത്യമായി പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഇന്നലെ രാത്രിയിൽ ഇവർ വെള്ളച്ചാട്ടത്തിൽ ഒരുപക്ഷെ വെള്ളത്തിന്റെ അളവ് കൂടിയ സമയത്തോ അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിന്റെ ശക്തി കൂടിയ സമയത്തോ അവിടെ സുരക്ഷിതമായി തന്നെ നിന്നതായിരിക്കാം. പിന്നീട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിയതായിരിക്കാം എന്നുള്ളതാണ് നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പോലീസ് രാവിലെയോട് കൂടി ഇക്കാര്യം അറിയുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി ഇവരെ 3 പേരെ ഇപ്പോൾ സുരക്ഷിതമായി ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അവരെ രക്ഷിച്ചു എന്നുള്ളതാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അല്പസമയം തന്നെ നമ്മൾ 24നോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നിലവിൽ ആശങ്ക ഒഴിയുന്നു. ഇവർ സുരക്ഷിതമായി നിലവിൽ പോലീസിന്റെ കരങ്ങളിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. ഈ 3 പേരോട് നമ്മൾ ഇന്നലെ സംസാരിച്ചാണോ സമീർ? അപ്പോൾ അവർ ഈ മേഖല നന്നായിട്ട് അറിയാവുന്നവരാണ് എന്ന് പറയുമ്പോൾ അവർ പോലും അവിടെ കുടുങ്ങിപ്പോയെങ്കിൽ ഈ മേഖലയിലുള്ള ദൗത്യ സംഘങ്ങൾ, രക്ഷാപ്രവർത്തകർ നല്ല ഉദ്ദേശത്തിൽ തന്നെയാണെങ്കിൽ കൂടിയും ഈ മേഖലയിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന സൂചന കൂടിയല്ലേ അത്? തീർച്ചയായും ആഷ്മി, അങ്ങനെ തന്നെയാണ്. ഇന്നലെ ഈ രക്ഷാപ്രവർത്തകരുടെ പ്രതികരണമൊക്കെ തന്നെ നമ്മൾ എടുത്തതും നമ്മളത് കൊടുത്തതുമായിരുന്നു. ആ സമയത്ത് അവർ എന്നോട് പറഞ്ഞിരുന്നത് നിലവിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഈ ഭാഗത്തുണ്ട്, അതുകൊണ്ട് തന്നെ തെരച്ചിൽ ആവശ്യമാണെന്ന് പോലീസിനോട് പറഞ്ഞിരുന്നു. പോലീസും ഇവരുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇവരിൽ ഒരാളെ കൂടി കൊണ്ടുപോയി തെരച്ചിൽ നടത്തിയിരുന്നു. അതിനുശേഷം ആണ് ഇവർ തിരിച്ചെത്തി. അതിനുശേഷമാണ് 3 പേരടങ്ങുന്ന സംഘം നിലവിൽ വനത്തിലേക്ക് കയറിപ്പോയത്. അത് പോലീസിന് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാടിനെയും ഈ മലനിരയെയും ഈ ചാലിയാറിനെയും എല്ലാം കൃത്യമായി അറിയുന്ന, ഇതിനെ പച്ചവെള്ളം പോലെ അറിയുന്ന ആളുകൾ പോലും കുടുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർ വളരെ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ടാലന്റഡ് ആയിട്ടുള്ളവർ മാത്രമേ ഇത്തരം രക്ഷാദൗത്യത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അടക്കം വ്യക്തമാക്കുന്നത്. രക്ഷാപ്രവർത്തകർക്ക് നിരവധിയായിട്ടുള്ള ജോലികൾ ഇവിടെ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഭക്ഷണം കൊടുക്കുക അടക്കമുള്ള കാര്യങ്ങൾ രക്ഷാപ്രവർത്തകർ ചെയ്യുന്നുണ്ട്. അവർ ഈ ഭക്ഷണം നൽകുന്ന ആളുകൾ ഒരുപക്ഷെ മുറിച്ചു കടന്ന് പോകാൻ ഉള്ള കഴിവില്ലാത്തവരാണ്. അങ്ങനെ പല വിധത്തിലുള്ള രക്ഷാപ്രവർത്തകർ ഇവിടെ സജീവമാണ്. ഈ കുടുങ്ങിപ്പോയ രക്ഷാപ്രവർത്തകർ കഴിഞ്ഞ 4 ദിവസമായി ഇവിടെ സജീവമായി രക്ഷാപ്രവർത്തനം നടത്തുന്നവരാണ്. ആദ്യ ദിനത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ അടക്കം ഇവർ കണ്ടെത്തി പോലീസിനൊപ്പം തന്നെ കൈമാറിയിരുന്നു. അങ്ങനെ വളരെ സജീവമായിട്ടുള്ളവരാണ്. അബദ്ധത്തിൽ ഇപ്പോൾ ഈ വനത്തിൽപ്പെട്ട് അവരെ ഇപ്പോൾ നിലവിൽ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. സമീർ, നമ്മളിപ്പം ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു പാറക്കൂട്ടത്തിന് നടുവിൽ 2 പേർ നിൽക്കുന്നതാണ്. മൂന്നാമതൊരാളെ കാണുന്നില്ല.
അതിന് ചുറ്റും പാറയാണ്, അവർക്ക് ചുറ്റും വെള്ളം ഒഴുകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർ അവിടെ നിന്നപ്പോഴേക്കും ചുറ്റുമുള്ള വെള്ളം ഉയർന്നതോ മറ്റോ ആയിരിക്കാമല്ലോ. അങ്ങനെയെങ്കിൽ രാത്രി മൊത്തം അവർ ആ പാറയിൽ കഴിഞ്ഞുകൂടിയിട്ടും ഉണ്ടാകണം. തീർച്ചയായും ആഷ്മി അങ്ങനെ തന്നെയാണ്. പോലീസും നാട്ടുകാരും എല്ലാം തന്നെ ഇവരുടെ കാര്യത്തിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നില്ല. കാരണം ഇവർ നിലവിൽ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ കാണാനോ ഇല്ലെങ്കിൽ പോലും അവർക്ക് അവർ അപകടത്തിൽ പെടില്ല എന്നുള്ള ഒരു 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 ആത്മവിശ്വാസമാണ് നാട്ടുകാരെല്ലാം പ്രകടിപ്പിച്ചത്. അതുപോലെ തന്നെ അത് ആവുകയും ചെയ്തിരിക്കുകയാണ്. അതായത് രക്ഷാപ്രവർത്തനത്തിന് പോയ സമയത്ത് അതുവഴി വയനാട്ടിലോട്ട് കയറാനായിരുന്നു അവരുടെ ശ്രമം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വയനാട്ടിലേക്ക് പോകുന്ന ഇടത്തിൽ ഒരു പക്ഷേ ഇവർ ഈ പാറക്കിടയിലെ വെള്ളച്ചാട്ടത്തിന് നടുവിലേക്ക് പോകുന്ന സമയത്ത് ഒരു പക്ഷേ ഇത്രയധികം വെള്ളം വെള്ളച്ചാട്ടത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഉണ്ടായിരിക്കില്ല എന്നതാണ്. കാരണം അവർക്ക് ഇതിന്റെ അപകടം അറിയാം. ഈ കൂടുതൽ വെള്ളം വന്നാൽ അപകടത്തിലാകുന്നൊക്കെ കൃത്യമായി അറിയാവുന്ന ആളുകളാണ്. പക്ഷെ പിന്നീട് അവിടെ പോയ സമയത്തായിരിക്കും ഒരു പക്ഷേ അപ്പുറത്ത് എവിടെയെങ്കിലും മഴ വരികയും അങ്ങനെ വെള്ളം കൂടിയതാകാം എന്നുള്ളതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ സുരക്ഷിതം ഇവിടെ തന്നെയാണ്, മുന്നോട്ട് പോകുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പക്ഷേ വെള്ളം കൂടിയ സമയത്ത് സുരക്ഷിതമായ ഒരിടത്ത് ആ പാറക്കെട്ടുകൾക്കിടയിൽ നിന്നതാകും എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസും നാട്ടുകാരും എല്ലാം തന്നെ ഇക്കാര്യം അറിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം ഇന്ന് രാവിലെയോട് കൂടി തന്നെ വനത്തിൽ തിരച്ചിലിനായി പോയിരുന്നു പിന്നെ എന്നുള്ളതാണ്. അതിനിടയിലാണ് ഇപ്പോൾ അല്പസമയം മുന്നേ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ഇവരെ സുരക്ഷിതമായി കണ്ടെത്തിയിരിക്കുകയാണ് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ അറിയിക്കുന്നത്. അങ്ങനെയാണ് കോസ്റ്റ് ഗാർഡ് ഇവരിലേക്ക് എത്തുന്നതും. ഇവരുടെ പേരുവിവരങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ പോത്തുകല്ല് മുന്തേരി സ്വദേശികളായ റാഹീസ്, സാലിം, കൊണ്ടോട്ടി സ്വദേശി മൂസിൻ ഇവരാണ് ഇതിലുള്ളത്. ഈ മൂസിൻ എന്ന് പറയുന്നയാൾ പ്രദേശവാസിയല്ല, ഇവരുടെ കൂടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി പോയതാണ്. മറ്റു രണ്ടുപേർ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ്, പ്രദേശവാസികളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മൃതദേഹമെല്ലാം തന്നെ കണ്ടെടുത്ത വളരെ സജീവമായിട്ടുള്ള ആളുകളാണ്. ഹാഷ്മി. സമീർ, ഈ ഈ മേഖലയെ പറ്റി നമ്മുടെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അടക്കം പറയുന്നത് എങ്ങനെയാണ്? ഇത്രയും പാറകൾ നിറഞ്ഞ മേഖലയെന്നാണോ പറയുന്നത്? ഏത് സമയം വെള്ളം ഉയർന്നു വരാനിടയുള്ള സ്ഥലം കൂടിയാണോ ഇത്, സമീർ? ഹാഷ്മി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ചാലിയാർ പുഴയുടെ സ്വഭാവം എന്നുള്ളത് വളരെ അപകടം നിറഞ്ഞതാണ്. ഏത് സമയത്തും വെള്ളം കൂടാൻ സാധ്യതയുള്ള ഒരു പുഴയാണ് ചാലിയാർ എന്നുള്ളതാണ് പറയുന്നത്. പ്രാദേശികമായിട്ട് പറയുകയാണെങ്കിൽ ഈ പോത്തുകൽ നിവാസികൾ പറയുന്നത് ചതിപ്പുഴ എന്നാണ് ചാലിയാർ അവർ വിശേഷിപ്പിക്കുന്നത്. കാരണം നമ്മൾ ഈ ചാലിയാർ പുഴ എന്നുള്ളത് ഈ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഇറങ്ങുന്ന ഭാഗത്ത് ഒരു പക്ഷേ വെള്ളം ഉണ്ടാകില്ല. പക്ഷേ ഈ ചാലിയാർ പുഴയുടെ ഉത്ഭവം എന്നുള്ളത് ഈ സൂചിപ്പാറ ഉൾപ്പെടെയുള്ള മലനിരകളാണ്. ഈ മലനിരകളിൽ ഒപ്പം തന്നെ തമിഴ്നാടിന്റെ ഭാഗമായ നീലഗിരി ഇവിടങ്ങളിലൊക്കെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ ചാലിയാറിലെയും അതുപോലെ തന്നെ അതിന് സമീപത്തുള്ള വെള്ളച്ചാട്ടങ്ങളിലെല്ലാം തന്നെ വെള്ളം വർദ്ധിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഇവിടങ്ങളെല്ലാം തന്നെ വെള്ളത്തിന്റെ തോത് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ പലരും അപകടത്തിൽപ്പെടുന്നത് ചാലിയാറിൽ നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അറിയാവുന്ന ആളുകൾ പോയിട്ട് പോലും അപകടത്തിൽപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായി പോലീസിന്റെയും വനംവകുപ്പിന്റെയും അനുമതി രക്ഷാപ്രവർത്തകർ വാങ്ങേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ സംഘത്തിനൊപ്പം മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോയതെല്ലാം തന്നെ അങ്ങനെ തന്നെയായിരുന്നു. അതായത് വനം വകുപ്പിന്റെയും പോലീസിന്റെയും സംഘത്തോടൊപ്പം ഈ പ്രദേശത്തെ കൂടുതൽ അറിയാവുന്ന, കൂടുതൽ കൃത്യമായി ധാരണയുള്ള പ്രദേശവാസികളായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ അവരുടെ കൂടെ പോയി രക്ഷാപ്രവർത്തനം നടത്തുകയും പോലീസിനും ഇവർക്കെല്ലാം തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ച് നൽകുകയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായത്. അതിനിടയിലാണ് പോലീസ് അറിയാതെ ഇത്തരത്തിൽ കുറച്ച് പേർ രക്ഷാപ്രവർത്തനത്തിനായി പോവുകയും അങ്ങനെ വനത്തിൽ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ആശങ്ക ഒഴിയുന്നു. അവർ സുരക്ഷിതമായി പോലീസ് അവരെ, കോസ്റ്റ് ഗാർഡ് അവരെ കണ്ടെത്തിയിരിക്കുന്നു, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു, അവരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് പങ്കുവെക്കാനുള്ളത്. ഏതായാലും അവർ ജില്ലാ പോലീസ് മേധാവി പങ്കുവെക്കുന്നത് തന്നെയാണ്. വലിയ ആശങ്കയിലായിരുന്നു, പക്ഷേ അവരെ സുരക്ഷിതമായി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി അടക്കം വ്യക്തമാക്കിയത്. രക്ഷാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി നൽകുന്ന നിർദ്ദേശം, എവിടേക്ക് മൃതദേഹങ്ങളുണ്ടോ അത് പോലീസിനെ അറിയിച്ചാൽ ഏതറ്റം വരെയും പോലീസും സേനയും തിരച്ചിലിന് തയ്യാറാണ്. ഒരിക്കലും പോലീസ് അറിയാതെ ആരും മുതിരരുത്. ആ പോലീസ് സംഘത്തോടൊപ്പം ഈ മൃതദേഹമുണ്ടെന്ന് പറയുന്ന ആളുകളെ പോലീസ് തന്നെ കൊണ്ടുപോകും, അവർക്ക് തിരച്ചിൽ നടത്താം എന്നതാണ് പോലീസ് പറയുന്നത്. ഒരിക്കലും തന്നെ അബദ്ധത്തിൽ പോലും പോയി പെടരുത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും നിലവിൽ ഇവർ രക്ഷപ്പെട്ടിരിക്കുന്നു. 3 പേരും സുരക്ഷിതരാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഒരാളുടെ കാലിന് മാത്രം നേരിയ ഇഞ്ചുറി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അവർക്ക് അതിൽ ഒരാൾക്ക് നേരത്തെ തന്നെ കാലിന് നേരിയ പരിക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പരിക്കുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പരിക്ക് ഭേദമായ ശേഷമായിരിക്കാം കടന്നിട്ടുണ്ടാവുക. അങ്ങനെ ആ ഒരു പരിക്കായിരിക്കും നിലവിൽ കോസ്റ്റ് ഗാർഡ് നൽകിയിരിക്കുന്ന ഈ സന്ദേശത്തിൽ ഉള്ളത് എന്നുള്ള മനസ്സിലാക്കുന്നത്. ഏതായാലും 3 പേരും സുരക്ഷിതരാണ്, ആശങ്ക ഒഴിയുന്നു എന്നുള്ളതാണ്. ഹാഷ്മി. സമീർ, ഇന്നും കുറേ അധികം ആളുകൾ ഈ വനമേഖലയിലേക്ക് പരിശോധനയ്ക്കായി പോയിട്ടുണ്ടല്ലോ. അതും പോലീസിൻ്റെ അകമ്പടി ഒന്നും ഇല്ലാതെയാണ് പോകുന്നത് അവർ. അപ്പോൾ അവർ ഇത്തരം മേഖലകളൊക്കെ നന്നായി അറിയാവുന്നവരും ഈ അപകട സൂചനകളൊക്കെ നന്നായി അറിയാവുന്നവരും തന്നെ അല്ലേ? ഹാഷ്മി, നിലവിൽ പോലീസ് ഈ
ഇവിടെയുള്ള ചങ്ങാടത്തിൽ പോലീസ് നിലവിൽ മറുകരയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ടത് സന്നദ്ധ പ്രവർത്തകർ പുഴ നടന്നു മുറിച്ച് കടക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ മറുവശത്ത് പോലീസ് ചങ്ങാടത്തിലും മറുവശത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവർ സംഘമായി ചേർന്ന് കൊണ്ടാണ് നിലവിൽ പോലീസിനൊപ്പം തിരച്ചിൽ നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ രണ്ടു ഭാഗത്തു കൂടി സഞ്ചരിച്ചത് കൊണ്ടായത് മൂലമാണ് സന്നദ്ധ പ്രവർത്തകർ ഒറ്റക്കാണ് പോയത് എന്ന് നമുക്ക് തോന്നാൻ കാരണം. നിലവിൽ പോലീസ് സംഘത്തോടൊപ്പം തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ എല്ലാവരും പോയിട്ടുള്ളത്. അവിടെ ഡിവൈഎസ്പി, CI, ഒപ്പം തന്നെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും തിരച്ചിലായി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും പ്രദേശത്തുണ്ടായിരുന്നു. അങ്ങനെ പോയവർ മാത്രമാണ് അതിലുള്ളത്. അതോടൊപ്പം തന്നെ ആ സന്നദ്ധ പ്രവർത്തകരിൽ നിലവിൽ ഈ പ്രദേശവാസികൾ മാത്രമാണുള്ളത്, പോത്തുകൽ നിവാസികൾ മാത്രമാണുള്ളത്. പുറത്തുനിന്നുള്ള ആരും തന്നെ ഇല്ല. അതുകൊണ്ട് അതെല്ലാം തന്നെ കൃത്യമായി ചോദിച്ചറിഞ്ഞ ശേഷമാണ് പോലീസ് ഇന്നലെയും മുന്നിയാന്നും ഇന്നും എല്ലാം തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത നിലവിൽ കാണുന്നില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ പോലീസ് അറിയാതെയോ അല്ലെങ്കിൽ പോലീസിന്റെ നിർദ്ദേശങ്ങൾ മറികടന്ന് പോകുമ്പോൾ മാത്രമാണ് ഈ അപകടത്തിൽ പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും അവരെ നമുക്ക് പൂർണ്ണമായി കുറ്റപ്പെടുത്താനാകില്ല. കാരണം ഒരു മൃതദേഹമോ അല്ലെങ്കിൽ എല്ലാം തന്നെ നേരത്തെ കണ്ട് ആ കാടിൽ നിന്ന് തിരിച്ചു വന്ന ആളുകൾ അവർക്ക് ഒരു പക്ഷേ അത് കണ്ടിട്ട് അല്ലെങ്കിൽ സഹിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു പക്ഷേ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താം അല്ലെങ്കിൽ അത് കണ്ടെത്തിയെടുക്കാം എന്നുള്ള ഒരു ഇതിൽ പോയതായിരിക്കാം എന്നുള്ള മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ പോലും ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം പാലിക്കേണ്ടതുണ്ട്. വനവകുപ്പിന്റെയും പോലീസിന്റെയും നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ ഈ സന്നദ്ധ പ്രവർത്തകർ പാലിക്കണം എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയത്. ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും മൃതദേഹം ഉള്ളതായി നാട്ടുകാർ പറയുകയാണെങ്കിൽ ഏതറ്റം വരെയും പോയി തെരച്ചിൽ നടത്തുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയത്. അങ്ങനെ ആ മൃതദേഹം കണ്ട ആളുകളെ കൂടി അതിൽ ഉൾപ്പെടുത്തി ആ സംഘത്തിൽ ഉൾപ്പെടുത്തി പോലീസ് തന്നെ കൊണ്ടുപോകുമെന്നുള്ളതും വളരെ കൃത്യമായി ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ രക്ഷാപ്രവർത്തനം ചാലിയാറിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാലിയാറിന്റെ എല്ലായിടങ്ങളിലും രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ കൂടുതൽ ഊർജിതമായി നടന്ന സ്ഥലങ്ങളിൽ നിന്ന് മറ്റൊരിടത്തേക്കാണ് ഇന്ന് നിലവിൽ രക്ഷാപ്രവർത്തനം സജീവമായി മാറിയിരിക്കുന്നത്. എന്നാൽ എല്ലായിടത്തും രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് നേവിയുടെ ഹെലികോപ്റ്റർ അല്പസമയത്തിനകം തന്നെ ചാലിയാറിൽ തിരച്ചിലിന് വേണ്ടി എത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ചൂരൽമലയ്ക്കടുത്ത് ആകാശ നിരീക്ഷണം നടത്തുന്ന ഹെലികോപ്റ്ററുകൾ ഒന്നാണ്. ഇത്തരത്തിലുള്ള പല ഹെലികോപ്റ്ററുകൾ നമ്മൾ ഈ ദിവസങ്ങൾ കാണുന്നത് അതിൻ്റെ ഒരു ദൃശ്യം പ്രേക്ഷകർ ഇന്നലെ കണ്ടിരുന്നു. ആകാശ നിരീക്ഷണം നടത്തുകയാണ് ഈ ഹെലികോപ്റ്റർ. ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളും പുരോഗമിക്കുന്നത്. ചാലിയാറിൻ്റെ ഭാഗത്ത് ആ വനമേഖലകളിലൊക്കെ കുറച്ചുകൂടി കാര്യക്ഷമമായ പരിശോധന നടക്കുന്ന ദിവസം കൂടിയാണ്. കാര്യം ഈ മേഖലയിൽ കൂടുതൽ ആരെങ്കിലും ഉണ്ടോ, ജീവനോടെയോ അല്ലാതെയോ എന്ന തിരച്ചിലാണ്. നോക്കണം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 300-ലധികമാണ്, ഇപ്പോഴും 200-ലധികമാണ് മിസ്സിംഗ് ലിസ്റ്റ്. അത് കാണാതായവരുടെ കൃത്യമായൊരു കണക്ക് ഇപ്പോഴും നമുക്ക് ലഭ്യമല്ല. അതുകൊണ്ട് അത്രത്തോളം പേരെ കണ്ടെത്തേണ്ടതുണ്ട്. ഏതേത് മേഖലകളാണ് ഇവരുള്ളതെന്ന് അറിയണം. നേരത്തെ DR മേഘശ്രീ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത് അന്ന് വാണിംഗ് ഉണ്ടായ സമയത്ത് കൂടുതൽ ആളുകൾ അവിടെ നിന്ന് ബന്ധുവീടുകളൊക്കെ പോയിട്ടുണ്ടാകണം. അപ്പോൾ അതുകൂടി കണക്കിലെടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ട്. കൃത്യം ഓരോ ആളുകൾ എവിടേക്കൊക്കെ പോയി എന്ന കണക്കുകൂടി എടുത്തിട്ട് ആ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുമെന്നുള്ളതാണ് കളക്ടർ DR മേഘശ്രീ പറഞ്ഞത്. അത് അടിയന്തരമായി ചെയ്യേണ്ട കാര്യവുമാണ്. കാര്യം ഇന്നിപ്പോൾ തെരച്ചിലിൻ്റെ 5-ാം ദിവസമാണ്. 6-7 ദിവസങ്ങൾക്ക് നമുക്ക് പിന്നെയും ദുഷ്കരമാണ്. അപ്പോൾ ആ മിസ്സിംഗ് ലിസ്റ്റിൽ ക്ലാരിറ്റിയോടെ നമുക്ക് കയ്യിൽ ഉണ്ടാവേണ്ടത് നമുക്ക് അനിവാര്യവുമാണ്.